എക്സാമിന് നീ? ഇല്ല, എനിക്ക് ഒന്നും എഴുതാൻ പറ്റിയില്ല എക്സാമിന്. എന്തേ? 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ എഴുതിയില്ല. നീ എഴുതിയാ 10 മാർക്കിന്റെ? ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്നും എഴുതാൻ പറ്റിയില്ല. ജയിക്കില്ല ഇപ്പൊ? അറിയില്ല, സംശയ. ഞാൻ ജയിക്കും തോന്നുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും എഴുതി, ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും റിപ്പീറ്റ് 2-3 ഞാനാണെങ്കിൽ 1 വേർഡ് എഴുതിയതാണെങ്കിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ട്. കൊറേ എന്നിട്ട് എഴുതണ്ടായിരുന്നല്ലോ. അതാ പറഞ്ഞ എഴുതി തെറ്റാന്ന്. ഇന്ന് വരുമല്ലോ, അപ്പൊ നോക്കാം. എപ്പോഴാണോ വരിക? ജയിക്കും തോന്നുന്നുണ്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ച് ടഫായിരുന്നു. ഏത് ക്വസ്റ്റ്യൻ? അത് വേറൊരെണ്ണം. നിനക്ക് പറഞ്ഞാ മനസ്സിലായില്ല. അത് ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. ഞാൻ പൊട്ടു. പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ ഞാൻ പേപ്പറൊക്കെ മാർക്കിട്ട് വന്നിട്ടുണ്ട്. എല്ലാരും നന്നായി എഴുതിണ്ട്. മാത്സ് എത്ര മാത്സ്? ഇവിടെ എന്താ തൊപ്പി വെച്ചിരിക്കണേ? ഒന്നുമില്ല മിസ്. ഇതെന്താ കോളേജ്? അത് തൊപ്പി വെച്ചിരിക്കുന്നത് പ്ലേ ഗ്രൗണ്ട് അല്ല. ഓക്കെ, അപ്പൊ പലരുടെയും മാർക്കുകൾ ഇവിടെ ഗംഭീരായിട്ടുണ്ട്. ഞാൻ പൊട്ടുന്ന് ഉറപ്പാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ജയിക്കും. എന്തായാലും പ്രതീക്ഷകള് തെറ്റിച്ചിട്ടില്ല. പതിവ് പോലെ അഭിഷേക് എനിക്കോ 50-ൽ 2. അതെങ്ങനെ 2 മാർക്ക് നിനക്ക്? കഴിഞ്ഞതാണ് 1 മാർക്കുള്ളത്. ഇത് കൂടിയുണ്ട്, മെച്ചപ്പെട്ടു. അടുത്താള് ആദിത്യ. കുറഞ്ഞൂല ആദിത്യ? എന്ത് മിസ് കുറഞ്ഞ്? 50-ൽ 48. 2 മാർക്ക് അവിടെ പോയി. ഞാനെല്ലാം എഴുതിയതാണല്ലോ. മിസ് എനിക്കൊരു കാര്യം പറയണ്ട്. ഇതെങ്ങനെ 2 മാർക്ക് എവിടെ പോയെന്നൊന്ന് മിസ് ഒന്ന് നോക്കിയേ. ഞാൻ ഈ ഇക്വേഷൻ എഴുതിയതിന് 4 മാർക്ക് തരാന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രോബ്ലം സോൾവ് ചെയ്തതിന്. പക്ഷെ എനിക്ക് 2 മാർക്ക് മിസ് തന്നിട്ടുള്ളൂല്ലോ. നോക്കട്ടെ. അത് മാത്രല്ല മിസ്, ഇവിടെ നോക്കിയത്. ഇവിടെ ഇതിന് മിസ് പറഞ്ഞത് ഇതിന് 7 മാർക്കാന്നല്ലേ? അതും ഇതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോ 3 മാർക്ക്. അങ്ങനെ 10 മാർക്ക് എന്നല്ലേ പറഞ്ഞേ. പക്ഷെ എനിക്ക് ഇല്ലല്ലോ, മാർക്ക് ഇട്ടിട്ടില്ലല്ലോ. എനിക്ക് മിസ്റ്റേക്ക് പറ്റി. ഒന്ന് നോക്കട്ടെ കേട്ടോ. എന്തായാലും എനിക്ക് ഫുൾ മാർക്കാ. കുട്ടി എന്തായാലും എഴുതി. 50 അല്ലേ മിസ്? അല്ല, കൂട്ടി വന്നപ്പോ കുട്ടിക്ക് ഒരു 10 മാർക്ക് കൂടി. അപ്പൊ 50-ൽ 58 മാർക്ക് വന്നു. 50-ൽ 58 മാർക്ക് കിട്ടി എനിക്ക് മിസ്. എന്തായാലും വെരി ഗുഡ്. ഞാൻ പഠിപ്പിച്ച ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കുട്ടി ഇങ്ങനെ. ഇതുപോലെ വേണം എല്ലാ ക്വസ്റ്റിനും ഉത്തരം എഴുതി ആ കുട്ടി 50-ൽ. മിസ് എല്ലാവർക്കും എന്താ നാളെ ലഡ്ഡു വിതരണം ഉണ്ട്. ലഡ്ഡു വിതരണം 50-ൽ 58. ബിരിയാണി. എനിക്ക് ആദ്യമായിട്ട് മിസ് 50-ൽ 50 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 50-ൽ 58 ആദ്യമായിട്ട്. ഞാൻ വെഞ്ചു കൊണ്ടുവരണോ? വേണ്ട മിസ്, നന്ദി മോളെ. നീ ഇട്ട് തരാട്ടോ. കണ്ട് പടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ലീനിയർ ഇനിക്വാലിറ്റീസ്. ഓക്കെ, തുടങ്ങാം അല്ലേ ക്ലാസ്? ഇത് ഉപ്പിട്ട് കൊണ്ടുവരണോ? അത് ഞാൻ പോയി. നാളെ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഞങ്ങള് എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കോളേജിന്റെ ഒഫീഷ്യലായി ഇമെയിലും പോയിട്ടുണ്ട്. അപ്പൊ എല്ലാരും പേപ്പർ മാർക്കൊക്കെ നോക്കിയില്ലേ? വീട്ടിൽ കാണിച്ചു കൊടുക്കാൻ. നാളെ നിങ്ങളുടെ അമ്മേനെയും അച്ഛനെയും ആരും. അയ്യോ, ഇന്നെ പറയണം. ഇന്നലെ ഒരു ഫ്ലെക്സ് ഇങ്ങനെ ഇതടിക്കാൻ എനിക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ എടുത്തരും. എന്റെ ഞാൻ ഫോൺ കൊണ്ടുവന്നിട്ടില്ല. നീ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടോ? പ്ലീസ് മിസ്, ഈ മിസ്സിനെ കേട്ടോ അറിവില്ല. ഇതെന്തോന്ന് അഭിഷേക്? ഇത് 2 മാർക്കല്ലേ? 50 നിനക്ക് എവിടെ നിന്ന് 21 വന്നേ? എന്താ നീ കാണിച്ചേ? ഞാൻ ജോലിക്ക് വന്നപ്പോ തൊട്ട് തുടങ്ങിയത് അവിടെ തോറ്റു കിടക്കല്. എന്നാ നന്നാവുക? ആഗ്രഹം വന്നാലും പഠിച്ചു വാങ്ങില്ല. 21 തനിക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ട്യൂഷൻ അറേഞ്ച് ചെയ്യാം. മാസം 25,000. ആദിത്യയുടെ കൂടെ ട്യൂഷന് പോകും. ആദിത്യ എവിടേക്ക്? എന്റെ ട്യൂഷൻ ക്ലാസ്സിൽ ആർക്കും നീ ഇപ്പൊ എവിടെ ട്യൂഷന് പോണപ്പോ? നീ അറിഞ്ഞിട്ട്
പറയടി, എനിക്ക് ഇപ്പൊ തോറ്റാനും വീട്ടിലിഞ്ഞ് സീനാവും. അത് ഞാൻ 2-3 ട്യൂഷൻ ക്ലാസ്സിലേക്കൊക്കെ പോകുന്നുണ്ട്. ഏതെങ്കിലും ട്യൂഷൻ ക്ലാസ് പറയടി. എന്റെ വീടിന്റെ അവിടെ സെന്റർ ഇല്ലേ, ആ അവിടെ ട്യൂഷൻ ക്ലാസ് ഉണ്ടല്ലോ, ഒരെണ്ണതാ. അവന്റെ പാസ്സാവോ? പഠിപ്പിക്കോ അവിടെ നന്നായി? പഠിപ്പിക്കും. പിന്നെ എന്റെ പോലെ ബുദ്ധിയുള്ളവർക്ക് ഇതേപോലെ ഫുൾ മാർക്കിന് അധികം കിട്ടും. ജസ്റ്റ് പാസ്സായ മതി, ഫുൾ മാർക്കൊന്നും വേണ്ട. നീ പാസ്സാവൊക്കെ ചെയ്യും. വേണമെങ്കിൽ എന്റെ ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം ജയിക്കാൻ. ശരി, താങ്ക് യു. എല്ലാരും പേപ്പർ റിട്ടേൺ ചെയ്ത നാളെ എന്തായാലും പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ ഇമെയിൽ അയച്ചിട്ടുണ്ട് കേട്ടോ. ശരി, ഓക്കെ. മിസ് എന്റെ ഇത് വാട്സപ്പിൽ ഫോട്ടോ ഞാൻ അടുത്തരണോ? അല്ല മിസ്, ഫോൺ കൊണ്ടുവന്നില്ല മിസ്. നാളെ അച്ഛനും അമ്മയും വരുമ്പോ കണ്ടാ മതി. അവിടെ ഫ്ലക്സ് ഒട്ടിക്കാനാ. എന്റെ മോള് ഇത് 3rd സെം അല്ല ആയിട്ടുള്ളൂ. മോളൊന്ന് ഫൈനൽ ആവട്ടെ, എന്നിട്ട് ലാസ്റ്റ് ഇടുന്ന സർട്ടിഫിക്കറ്റ് ഒട്ടിക്കുക. ശരി, മൂന്നാമത്തതാണെങ്കിലും ഞാൻ പാസ്സാവും. ഞാൻ അവളുടെ ട്യൂഷന് പോകണ്ടേ. പാസ്സായാ മതി. ഓക്കെ, അപ്പൊ നാളെ എന്തായാലും ലീനിയർ ഇനിക്വാലിറ്റീസ് ടെസ്റ്റ് ആണ് കേട്ടോ. ഒന്നെടുത്ത ക്ലാസ് പഠിച്ചിട്ട് വരിക. ഓക്കെ, മിസ്സിനെക്കാട്ടും മുന്നേ ഞാനത് പഠിച്ചിട്ട് വന്നു. മുമ്പ് പഠിച്ചിട്ട് വന്നു. നാളെ എടുക്കാൻ പോകുന്ന എനിക്കറിയാം. മിസ് അത് പഠിച്ചിട്ടുണ്ടാവില്ലേ? മിസ്സിനൊന്നും അറിയില്ല. മിസ് എന്നും ട്യൂഷന്, ഞാൻ പോണ ട്യൂഷൻ ക്ലാസ്സിനോട് മിസ്സിനെ കാണാറുണ്ട്. പിന്നല്ലാണ്ട് ഞാൻ മിസ്സിനെ അവിടെ വെച്ച് കണ്ടു. എപ്പോ? മിനിഞ്ഞാന്ന്. മിസ് വല്ല ഇതിനും വന്നാവും, പറയാൻ പറ്റില്ല. എനിക്ക് തോന്നേ മിസ്സിനോട് സാലറി കുറവാന്നുണ്ട്, വേറെ ഏതെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. നമുക്കെന്നാലേ ഇവിടത്തെ ആളോട് പറഞ്ഞ് പാര വെക്കാം. എന്ത്? ഇവിടെ ടീച്ചർ വെക്കുമ്പോ വേറെ സ്ഥലത്ത് പോയി അന്വേഷിക്കും. പാവം മിസ്സല്ലേ. മതി, വർത്താനൊക്കെ നിർത്ത. എന്തായാലും കെമിസ്ട്രി ടീച്ചർ ഇന്ന് ലീവാ. അപ്പൊ ഈ പീരീഡും കൂടി എനിക്ക് കിട്ടി. അപ്പൊ എന്തായാലും മാത്സ് തുടങ്ങാല്ലേ? ഓക്കെ, എല്ലാവരും മാത്സ് ബുക്ക് എടുത്തോ. നമുക്ക് അടുത്ത പാഠം എടുക്കാം. തുടങ്ങിക്കോ. അല്ല മിസ്, അപ്പൊ നാളത്തേക്കുള്ളത് ഇന്നലെ പഠിച്ചു വന്ന അറിയില്ല, നോക്കാം.